കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ പാറ പൊട്ടിക്കലും മണ്ണെടുപ്പും വീടിന്റെ തകർച്ചയ്ക്ക് കാരണമായതായി നാട്ടുകാർ. കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരിയിലെ ഇരുമ്പുഴി വേലായുധന്റെ വീടിന്റെ ഒരു ഭാഗമാണ് താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണത്. വലിയ അപകടമാണ് വഴിമാറിയത്. ഇരിങ്ങാട്ടിരിയിൽ മലയോരപാതയ്ക്ക് തൊട്ടരികിലായാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ പാറ പൊട്ടിക്കലും മണ്ണെടുപ്പും നടക്കുന്നത്. ഇത് വീടിന് ഭീഷണിയാണെന്ന് കാണിച്ച് സമീപവാസിയായ ഇരുമ്പുഴി ഭരതൻ ദിവസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ പാറ പൊട്ടിക്കാൻ ജിയോളജിയിൽ നിന്ന് ലഭിച്ച അനുമതിയുടെ മറവിൽ പ്രവൃത്തി വീണ്ടും തുടർന്നു. ഇതോടെയാണ് ഇരുമ്പുഴി വേലായുധന്റെ വീടിന്റെ ഒരു ഭാഗം 25 അടിയോളം താഴ്ചയിലേക്ക് വീണത്. വലിയ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. താഴെ തൊഴിലാളികൾ ഇല്ലാതിരുന്നതാണ് വലിയ അപകടം ഒഴിവാക്കിയത്. 2019 മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കുടുംബങ്ങളോട് മാറി താമസിക്കാൻ റവന്യൂ അധികൃതർ നിർദ്ദേശിച്ച സ്ഥലമാണിത്. നിലവിലെ പ്രവൃത്തി വലിയ ദുരന്തത്തിനാണ് കാരണമാവുക. മഴ ശക്തമായാൽ റോഡിലേക്ക് ഉൾപ്പെടെ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. അതിനാൽ പാറ പൊട്ടിക്കൽ പ്രവൃത്തി നിർത്തിവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഷബീർ അലി പറഞ്ഞു. 15 ദിവസം മുമ്പ് തന്നെ എല്ലാ അധികൃതരെയും അറിയിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും വകവെക്കാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പാറയും മണ്ണും ഈ പ്രദേശത്ത് നീക്കം ചെയ്യുകയും ഇന്ന് അതിൻ്റെ മുകളിലുള്ള ഒരു വീട് ഭാഗികമായി തകരുകയും ചെയ്തു. ഇനി ആ 3 വീടിനും താമസയോഗ്യമല്ലാത്ത അവസ്ഥ വന്നു. ഇവിടെ തൊഴിലാളികൾ ഇന്ന് ലീവ് എടുത്തതുകൊണ്ട് വലിയ ഭാഗ്യം. തൊഴിലാളികൾ 10-15 തൊഴിലാളികൾ അവിടെ കോൺക്രീറ്റ് വാൾ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ പാറ കഷ്ണം വീണ് എല്ലാവരും മണ്ണിനടിയിലായിരുന്നു. അതിന് വലിയ ഭാഗ്യമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ 2-3 കുടുംബങ്ങളുടെ ഭീഷണി, അതുപോലെ തന്നെ മെയിൻ റോഡ് പക്കത്ത് വലിയ പാറക്കല്ലുകൾ ഇളകി നിൽക്കുകയാണ്. ഏത് നിമിഷവും ആ പാറക്കല്ല് ഇളകി വന്ന് മണ്ണും ചളിയും വന്നുകൊണ്ട് വലിയ വാഹനങ്ങൾക്കടക്കം ഭീഷണിയാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് കലക്ടർ അടക്കമുള്ളവർ ഇതിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച് വേറെ വീടും സ്ഥലമൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരെ പുനരധിവസിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതുവരെ ഈ നിർമ്മാണ പ്രവൃത്തികൾ മുഴുവൻ നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. അതേസമയം തനിക്ക് പരാതിയില്ലെന്ന് തകർന്ന വീടിന്റെ ഉടമ ഇരുമ്പുഴി വേലായുധനും പറഞ്ഞു. സംഭവത്തെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി, വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ് ഉൾപ്പെടെയുള്ളവരും സ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.